പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിന്റെ മോട്ടിവേഷണൽ ടോക്സ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് നാട്ടിലേക്കും തിരിച്ച് മധുരയിലേക്കും അതിർത്തി ചെക്ക് പോസ്റ്റായ ഗോപാലപുരം വഴി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ള ഒരു കാര്യമാണ് കേരള അതിർത്തിയിൽ മനോഹരമായി അലങ്കരിച്ച നൂറുകണക്കിന് ലോട്ടറി കടകളും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങിപ്പോകുന്ന ആളുകളുടെ തിരക്കും. ഈ ഒരു കാഴ്ച ഗോപാലപുരം അതിർത്തിയിൽ മാത്രമല്ല, കേരള തമിഴ്നാട് അതിർത്തികളിലെ മറ്റ് എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കാണാനാകും. കാരണം തമിഴ്നാട്ടിൽ ലോട്ടറി വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ നിത്യവരുമാനത്തിൽ നിന്ന് ഒരു ഓഹരി മാറ്റിവെച്ച് ഓരോ ലോട്ടറി ടിക്കറ്റും വാങ്ങുന്നത്? തൻ്റെ ജീവിതത്തിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ വലിയൊരു സൗഭാഗ്യം വന്നു ചേരും, ലോട്ടറി അടിക്കും, പണം കിട്ടും, തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർന്നു കിട്ടും എന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസം കാരണമാണ്. മനുഷ്യന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജാലകശക്തി പ്രതീക്ഷയാണ്. എപ്പോഴാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുക? ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ: പ്രതീക്ഷയില്ലായ്മ. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുന്നത്. മറ്റു കാരണങ്ങൾ എന്തു തന്നെയായാലും അവയൊക്കെ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ അതിലേക്ക് നയിച്ചേക്കാവുന്ന ഘടകങ്ങളാണ്, അല്ലാതെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളല്ല. അപ്രതീക്ഷിത പരാജയങ്ങൾ, രോഗങ്ങൾ, ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ, സഫലമാകാത്ത സ്വപ്നങ്ങൾ തുടങ്ങി എന്തും ഏതും ഒരാളുടെ ജീവിതയാത്രയിലെ പ്രതിസന്ധികളാണ്. അതൊന്നുമില്ലാത്ത ആരും ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയൊട്ട് ജനിക്കാനും സാധ്യതയില്ല. എന്നിട്ടും ചിലർ മാത്രം ആത്മഹത്യ ചെയ്യുന്നു. മഹാഭൂരിഭാഗവും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ആത്മഹത്യ ചെയ്ത എല്ലാവർക്കും ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. എന്നാൽ മറ്റുള്ളവർക്കാകട്ടെ പ്രതീക്ഷയുടെ ഒരു നുറുങ്ങ വെട്ടമെങ്കിലും ബാക്കി നിൽക്കുന്നുമുണ്ടാകാം. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 3-ാം ദിവസം എന്നൊരു പ്രയോഗമുണ്ട്. പുതിയ നിയമത്തിൽ യേശു തൻ്റെ മരണത്തെയും അത് കഴിഞ്ഞുള്ള ഉത്ഥാനത്തെയും കുറിച്ച് പ്രവചിക്കുന്നിടത്താണ് ഈ പ്രയോഗത്തിന്റെ യഥാർത്ഥ അർത്ഥം കാണാൻ കഴിയുക. മനുഷ്യപുത്രനാകുന്ന തന്നെ യഹൂദർ വിധിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും അവസാനം വധിക്കുകയും ചെയ്യും. എങ്കിലും 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ഈശോ പറഞ്ഞത്. ഇന്ന് ആ ഉത്ഥാന ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ സന്ദേശ പരമ്പര തുടങ്ങാൻ ഉചിതമായ ദിവസമാണ് ഇന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോട്ടിവേഷണൽ ടോക്സ് പരമ്പര ഇവിടെ തുടങ്ങുകയാണ്. പീഡിതമായ, വേദനാജനകമായ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥകൾ ഉണ്ടാകുമെങ്കിൽ 3-ാം ദിവസം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു മോചനവും ആശ്വാസമൊക്കെ ലഭിക്കുമെന്നാണ് പഴയ നിയമ കാലഘട്ടത്തിലെ മനുഷ്യർ വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം മനുഷ്യർ ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. യോന പ്രവാചകനെ തിമിംഗലം വിഴുങ്ങിയെങ്കിലും 3-ാം ദിവസം അയാൾ ജീവനോടെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു എന്ന് വിവരിക്കുമ്പോൾ ഇങ്ങനെയൊരു അർത്ഥം അതിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. സന്തോഷകരവും അഭിലഷണീയവും അല്ലാത്ത എന്തിനേയും പ്രതിസന്ധികൾ എന്ന സംഖ്യയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ആ അർത്ഥത്തിൽ ആരുടെ ജീവിതത്തിലാണ് പ്രതിസന്ധി ഇല്ലാത്തത്? ലോകത്തിലെ ഏറ്റവും വില കൂടിയ എന്ന് വെച്ചാൽ 250 കോടി രൂപ വിലയുള്ള റോൾസ് റോയ്സിന്റെ ലാറോസ് നോയ്രെ ഡ്രോപ്ചെയിൽ എന്ന കാറിൽ സഞ്ചരിക്കുന്നവരെ കുറിച്ച് സാധാരണക്കാരുടെ ചിന്ത അയാൾ എത്ര ഭാഗ്യവാനാണ് എന്നായിരിക്കും. എന്നാൽ ഇത്രയും വില കൂടിയുള്ള ഒരു കാറിൽ സഞ്ചരിക്കാൻ മാത്രം സമ്പത്തും സൗഭാഗ്യങ്ങളുമുള്ള ഏതൊരു ആൾക്കും റോഡിലുണ്ടാകുന്ന ചെറിയ തടസ്സങ്ങളും, യാത്രയ്ക്ക് വേണ്ടി വരുന്ന അധിക സമയവും, നിലവാരം കുറഞ്ഞ റോഡുകളും, കാലാവസ്ഥ വ്യതിയാനങ്ങളും തുടങ്ങി എന്തും വലിയ പ്രതിസന്ധികളാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നായ ആന്റിലയിൽ താമസിക്കുന്ന മുകേഷ് അംബാനിയുടെ കുടുംബം എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ അവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ട്. ഏറ്റവും വലിയ കോടീശ്വരനായ എലോൺ മസ്കിന്റെ ജീവിതത്തിലും നിരവധി നഷ്ടങ്ങളും ദുഃഖങ്ങളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ജീവനുള്ള എന്തിനും അവയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. അതേസമയം അവയെ എങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യപ്രാപ്തി എന്തുമാത്രമുണ്ട് എന്നതൊക്കെയാണ് ചിന്തനീയമായ കാര്യങ്ങൾ. നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വിഘാതം നിൽക്കുന്ന എന്തുമാകട്ടെ, അവയെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ ഉണ്ടാകാതെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറാവുക എന്നതാണ് കരുണീയം. ഏത് പ്രതിസന്ധിയും ഇല്ലാതാകുന്ന ഒരു മൂന്നാം നാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നവർക്ക്, ക്ഷമയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്നവർക്ക് ഏത് കുരുക്കും അഴിച്ചെടുക്കാൻ കഴിയും. ഈ തേർഡ് ഡേ എന്നത് കൃത്യമായി 3-ാം ദിവസമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന 2 മനുഷ്യരുടെ കഥ പറയാം. ഒന്ന് അബ്രാഹാം. അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയായ സാറായിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകണമെന്നതായിരുന്നു ജീവിത അഭിലാഷം. മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ദീർഘായുസ് ലഭിച്ചിട്ടും ഈ ഒരു ആഗ്രഹം സഫലമാക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരാശനായിരുന്നു. എങ്കിലും തുടർച്ചയായി, അതും മൃതപ്രാണനായിരുന്നിട്ടും തൻ്റെ ഭാര്യയുടെ ഗർഭധാരണ പ്രായം കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഒരു മകനെ നൽകിക്കൊണ്ട് അയാളുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം മനസ്സാക്കുന്നത് വളരെ വളരെ വൈകിയാണ്. എങ്കിലും ഒരു മകനുണ്ടാവുകയും സന്തോഷവാനായി തീരുകയും ചെയ്യുന്നുണ്ട്. ഇതേ അവസ്ഥയായിരുന്നു പുതിയ നിയമത്തിൽ വിവരിക്കുന്ന സഖറിയ എലിസബത്ത് ദമ്പതികളുടെ കഥ. ഇരുവരുടെയും വാർദ്ധക്യകാലത്താണ് ഒരു മകനുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ, നിരാശയ്ക്ക് മോചനം ലഭിക്കുന്നത് ഒരുപാട് കാലമായുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് വളരെ വൈകിയാണ്. അവരെ സംബന്ധിച്ച് തേർഡ് ഡേ അല്ലെങ്കിൽ 3-ാം ദിവസം എന്നത് പല പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. എങ്കിലും അത് ഫലവത്തായി എന്നതാണ് സത്യം. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പൂവണിയുന്ന, സഹനങ്ങൾക്കും പ്രതിസന്ധികൾക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ അന്ത്യമുണ്ടാകുന്ന 3-ാം ദിവസം അഥവാ തേർഡ് ഡേ തീർച്ചയായും ഉണ്ടാകും. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് അത് ഉണ്ടായേക്കാം. മറ്റു ചിലരുടെ കാര്യത്തിലാകട്ടെ ഏറെ കാത്തിരിപ്പിനും അലച്ചിലുകൾക്കും അവസാനമാകാം ഇത് സംജാതമാകുക. അതുവരെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ, നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോകാതെ കാത്തിരിക്കുക. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ ആത്മധൈര്യം, ദൈവത്തിലും തന്നിലുമുള്ള വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. അതുള്ളവർക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നടക്കാതെ പോയാലും മനസ്സമാധാനം നഷ്ടപ്പെടുകയില്ല, പ്രതീക്ഷ ഇല്ലാതാവുകയില്ല, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുകയില്ല. ആത്മവിശ്വാസമുള്ള എന്തിനേയും നേരിടാനുള്ള ധൈര്യമുള്ള അവസ്ഥയെയും തേർഡ് ഡേ എന്ന് വിശേഷിപ്പിക്കാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരാൾക്കുണ്ടായ ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങളെ ഒരിക്കലും ഭേദമാവുകയില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ, ആ ഒരു രോഗം പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ ചികിത്സ കൊണ്ടോ മാറുന്നതിനെ അത്ഭുതമായി നമ്മളൊക്കെ മനസ്സിലാക്കും, അംഗീകരിക്കും. എന്നാൽ അതിനേക്കാൾ വലിയ ശാശ്വതമായ യഥാർത്ഥ അത്ഭുതം എന്ന് പറയുന്നത്, ആ രോഗത്തെയും തൻ്റെ മോശം ജീവിതാവസ്ഥയും അംഗീകരിക്കുകയും അതിനെ ധീരമായി ഒരു തരത്തിലുമുള്ള നിരാശയോ പരിഭവമോ ഇല്ലാതെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെടവും പ്രതീക്ഷ നിറഞ്ഞ കാഴ്ചപ്പാടും ആർജിച്ചെടുക്കുക എന്നതാണ്. അതും ഒരു തേർഡ് ഡേ ആണ്. പ്രതിസന്ധികൾ എന്തുമാകട്ടെ, അത് പരിഹരിക്കപ്പെടുന്ന ഒരു തേർഡ് ഡേ അഥവാ 3-ാം ദിവസം, ഒന്നുകിൽ ആ പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനം, അല്ലെങ്കിൽ ആ അവസ്ഥയെ ഉണ്ടാക്കിയേക്കാവുന്ന നിരാശയിൽ നിന്നുള്ള മോചനം സംഭവ്യമാണ്. പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഏത് പ്രതിസന്ധിക്കും
നാം ചിന്തിക്കുന്ന പരിഹാരം മാത്രമല്ല സാധ്യമായിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. തീർച്ചയായും ദൈവത്തിനും ഒരുപക്ഷെ മറ്റുള്ളവർക്കും കൂടുതൽ മെച്ചപ്പെട്ട പരിഹാരം കാണിച്ചു തരാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക, വിശ്വസിക്കുക. അത്തരം പരിഹാര മാർഗങ്ങളോട് തുറവിയുള്ളവരായിരിക്കും. തീർച്ചയായും നമുക്കൊരു തേർഡ് ഡേ ദൈവം കരുതി വെച്ചിട്ടുണ്ടാകും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. എന്നെ ശ്രവിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ മോട്ടിവേഷണൽ ടോക്സ് പരമ്പര ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.